വൈഫിൻ്റെ കൂടെയാണോ അതോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ മൂവി ഡേറ്റ് ബെറ്റർ? അതായത് ഇന്ന് മൺഡേ നൈറ്റ് ഷിഫ്റ്റ് ആയാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തോന്നുമ്പോൾ സിനിമയ്ക്ക് പോവാം. രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഹെൽത്തി ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ ഓട്സ്, ഇല്ലെങ്കിൽ ഹെവി ഫുഡായിരിക്കും. ഓട്സ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ 4 പഴം. ഒരാൾ കുളിക്കാൻ പോയിട്ട് 1 മണിക്കൂറായി. ഞാൻ കുളിക്കാൻ പോയി വെറും 2 മിനിറ്റ്. ഇവിടെ ചില ആൾക്കാർ കുളിക്കാൻ പോയാൽ 1 മണിക്കൂർ എടുക്കുക. കിച്ചണിൽ കാണാതായാൽ ഓട്സുമായി പിടിക്കപ്പെട്ടു. എല്ലാവരുടെ ഗ്രൂപ്പിലും ഉണ്ടാവില്ലേ ഒരാൾ എപ്പോഴും ലേറ്റ് ആകുന്ന ആൾക്കാർ. ഞങ്ങൾ. പക്ഷേ ഡ്രൈവറേട്ടൻ തീപ്പൂറ്റി എന്നൊക്കെ പറയില്ലേ, തീപ്പൂറ്റി എന്തോ ഒരു സ്പീഡ്. അവസാനം ഡ്രൈവറേട്ടൻ്റെ ക്ഷമ നശിച്ചപ്പോൾ പുള്ളിനെ ഇറങ്ങി ക്ലിയർ ചെയ്തു. അതിന് 2 മിനിറ്റ് നേരത്തെ ഞങ്ങളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഓട്. സത്യത്തിൽ ഇത് കണ്ട് നിങ്ങൾ റിച്ചാണെന്ന് വിചാരിക്കേണ്ട. ഒരു ടിക്കറ്റ് വാങ്ങി ഇന്നൊരു ടിക്കറ്റ് ഫ്രീ എന്നൊരു ഓഫർ ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള. പക്ഷെ സിനിമയിലായിരുന്നില്ല ട്വിസ്റ്റ്, ഞങ്ങൾ പോയപ്പോഴായിരുന്നു ട്വിസ്റ്റ്. 9:55 സിനിമ. എത്ര മണിക്കേട്ടത്? 10:30 സിനിമ. ഒന്ന് പ്രോപ്പറായിട്ട് ബാലൻ എന്നുള്ള ഒരു ഇൻട്രോ കാണിച്ചത് 10:20. ഞാൻ മാളിൽ പോണത് പൊതുവെ കഴിക്കാനാണ്. സിനിമയിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ ഓർഫനേജിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കില്ലേ, അതുപോലെ എന്നെ ഓർഫനേജിൽ നിന്ന് എടുത്ത പോലെ ഫുഡും ഐസ്ക്രീമും എല്ലാം മേടിച്ച് എന്നെ ഒന്ന് സന്തോഷമാക്കി. അതിൽ ഐ എം പ്രൗഡ് ഓഫ് യു, റിയലി പ്രൗഡ് ഓഫ് യു. എന്തെങ്കിലും ചോദിച്ചാൽ നോ എന്ന് പറയില്ല. ഷെയർ മേടിക്കും, പക്ഷെ നോ എന്ന് പറയില്ല ഒരിക്കലും. ഇതെന്താ കോംബോ ഒന്നും അറിയില്ല, പക്ഷെ ക്വാണ്ടിറ്റി ആണ് പ്രധാനം, ക്വാളിറ്റി അല്ല പ്രധാനം. അതുകൊണ്ട് മാത്രം ഓർഡർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ ഐസ്ക്രീമിൻ്റെ ക്യൂബ്സ് കണ്ടപ്പോൾ ഒരാഗ്രഹം, അപ്പോൾ അതും മേടിച്ച്. എവിടെ മാളിൽ പോയാലും ഫൺ സിറ്റി മസ്റ്റായിട്ട് കയറും. അതിലെങ്ങനെയാണ് റെഡീം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് 10-30 വർഷമായിട്ട് എനിക്കറിയില്ല. ഇനി കുറേ നേരം നിന്ന കാശ് കഴിയുന്നുള്ള ഒരു ബോധം വന്നപ്പോൾ പതിയെ അവിടെ നിന്ന് എസ്കേപ്പായി പുറത്തു വന്നു, ക്യാബ് ഓടിച്ചു, സന്തോഷത്തോടെ ആ ദിവസം കഴിഞ്ഞു. മോറൽ ഓഫ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, വൈഫിൻ്റെ കൂടെ പോണത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ പോലെ വൈബായുള്ള കാര്യമാണെന്ന് മനസ്സിലായി.